അയ്യോ, നല്ല കിടിലൻ കോളേജ്. ഇവിടെ പഠിക്കാം. ഹലോ എടാ, നീ എവിടെയാടാ? എടാ ഒന്ന് വരുവോടാ, അത്യാവശ്യടാ. ഇപ്പോഴും ഇവിടെ നമ്മുടെ വഴുതക്കാട് വിമൻസില് വരുവോ? നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഓർഡർ. വേഗം വാ, വേഗം വാ. ശരി. ഞാൻ ഇവിടെ ഉണ്ട്. എന്താ എടാ നീയേ കുറെ നാളെ വക്കീലായിട്ടൊക്കെ അഭിനയിച്ചല്ലേ? അല്ല, നിയമവിഷയങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അതൊന്നും എനിക്ക് ചെറുതായിട്ട്. അതായത് എനിക്ക് പഠിക്കണം, PG ചെയ്യാനൊരാഗ്രഹം. അപ്പൊ അതിനൊക്കെ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും നിയമവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും അറിയാം? പ്രായമൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല. എനിക്ക് അത്ര വലിയ പ്രായമൊക്കെ ആയിട്ടുണ്ട്. നിന്റെ അത്രയും വയ്ക്കട്ടെ, പക്ഷെ അതല്ല പ്രശ്നം. പ്രായപരിധിയൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുടെ വൈബ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. മനസ്സിലാക്കിയാലോ? വൈബ് മനസ്സിലായല്ലോ, പക്ഷെ നമ്മൾ പഠിച്ച വൈബൊന്നും അല്ല. നമ്മൾ നേരിട്ട് എവിടെയും പോയി നേരങ്ങി തപ്പാം എങ്ങനെയാണ് പിള്ളേർ അടിച്ചു കൊടുക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. സൂര്യ TV ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, ഒരു കലക്കൻ ക്യാമ്പസ് ആണ്. നമുക്ക് ആ വണ്ടി തൂങ്ങി പോയാല് അത് നല്ലൊരു ഐഡിയ ആണ്. അത് നമ്മുടെ വിമൻസ് കോളേജ് വഴുതക്കാട്. ആ വൈബ് മനസ്സിലാക്കാൻ ഞങ്ങൾ പോകുന്നു. അത് നിനക്ക്, എനിക്ക് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സന്തോഷിക്കും. நீ இருக்கிறிய ஓலை கொட்டாயா, சும்மா நடக்கிறிய தவளை கட்டாயா. நீ இருக்கிறிய ஓலை கொட்டாயா, சும்மா நடக்கிறிய தவளை கட்டாயா. மஜாவாய் நிக்கிறிய பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா. மஜாவாய் நிக்கிறிய பஞ்சு மிட்டாயா, ஆமா பஞ்சு மிட்டாயா, ஐயோ பஞ்சு மிட்டாயா. சோஜாவா படுத்துக்குவேன் ஓமடியில சாஞ்சு, சும்மா வாட்டமா இருக்கிறிய வாட்டர் பாக்கெட்டு. சொக்கமா சொக்கமா ஹே ஜலியில ஜிம்மு கண்ணாதாமா, ஹே மாமா பண்ணாமா போய் பாட்டி பண்ணலாமா. சொக்கமா ஹே சீனா ஒரு தானா படலாமா, நீ வாமா அட ஆளு நைட்டு ரவுசு தாமா. டக்கல 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 ராக்கு பஸ்டர் சாங்குமா, டக்கல 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 திருப்பி போட்டு வாங்குமா. டக்கல 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 எரியாடா தாங்குமா, ஜலியில சிக்கன் தாமா. ஏத்து விட்ட மொத்தக்கு இருக்கே, ஏத்தனையும் கொஞ்சம் நிறுத்தே. என் இருமா வைத்திஸ் குருமா வெள்ள நடமா நனவம்மா, என் முனிமா கொஞ்சம் பனிமா ரூட்டு தனிமா, ஐயோ ஏறாமா. வாயாடி மீன் பாடி பாடி பாப்போம் விளையாடு. தாய் கிளவி 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 தாய் கிளவி.
നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം നിതിൻ ജേക്ക് ജോസഫ്. എന്തൊരു എനർജിയാണ് എന്റെ അഞ്ജലി. ലോകത്ത് എവിടെ പോയി നമ്മൾ ഓണം ആഘോഷിച്ചാലും ക്യാമ്പസിന്റെ ഓണം എന്ന് പറയുന്നത് ഒരു 1-1.5 ഓണമാണ്. അതിന്റെ എനർജിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. ഇതിനെ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ലേ? അയ്യോ ശരിയാണല്ലോ, ഞങ്ങള് രണ്ടുപേരും മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നു? കൊടയൊക്കെ വെച്ച് നമ്മുടെ ഒന്ന് വിളിക്കോ, മാവേലിയെ വിളിക്കോ? അനങ്ങാൻ കൂടി വയ്യ. എന്തോ പ്രശ്നമുണ്ട്. എന്താണ് ഒപ്പിച്ചത്? അവിടുന്ന് പിള്ളേരെ പുട്ടും കടല എടുത്ത് തിന്നു. ആ പട പ്രശ്നമായിട്ടിരിക്കണം. കണ്ടോ, 6 പുട്ടും കടലാണ്. നിങ്ങളുടെ 6 പോയത്? ലഞ്ച് ബോക്സ് മിസ്സിംഗ് ആണോ? എനിക്ക് തോന്നി. അല്ലേലും പുട്ടും കടലാണല്ലേ കൊണ്ടുവന്നത്. പുട്ടും കടലയും വിഴുങ്ങാൻ പറ്റിയ നേരം. എന്റെ പൊന്നണ്ണ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എല്ലാ വർഷവും വരുന്നതല്ലേ ഈ പുട്ടും കടലയും കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? പോയില്ല. പിന്നെ വന്നിട്ട് പോകാൻ പറ്റിയില്ല. അണ്ണാ പോയില്ല എന്നത് എന്തോന്ന് തിരുവനന്തപുരം ഭാഷ? അത് ശരിയാണല്ലോ. നിങ്ങൾ ആരും ശ്രദ്ധിച്ചോ? തിരുവനന്തപുരംകാർ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കുന്ന. ഒരു ആഠ്യത്വവും ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. താങ്കൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ട് ഇവിടുന്ന് എന്റെ പാതാളത്തിലുള്ള താക്കോലും അടിച്ചോണ്ട് പോകാം. അയ്യോ ആര്? അയ്യോ തന്നെ അണ്ണാ. ഇവിടുന്നല്ല വന്നിറങ്ങിയ പോയിന്റിൽ ഞാൻ വച്ചിട്ട് പോയി തിരിച്ചു പോകാൻ വേണ്ടി അവിടെ നിന്ന് എടുത്തോണ്ട് പോയി. ചോദിക്കുന്ന കേട്ടില്ലേ, ശ്രദ്ധിക്കണ്ടേ അമ്പാനെന്ന്. നമുക്ക് നമ്മുടെ മാവേലിക്ക് ഇത്തവണ നല്ലൊരു കൈയുടെയും കൊടുത്തേ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇനിയും വരും. പുട്ടും കടലയും മാത്രം ചോദിച്ചല്ല, താക്കോലൊക്കെ ചോദിച്ചു വരും. മൈൻഡ് ചെയ്യണ്ട. ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. നല്ല വിശപ്പാണ്, വിശപ്പിന്റെ അസുഖമുണ്ട്. അപ്പൊ അത് ആ ഒരു തരത്തിൽ അങ്ങ് ഡീൽ ചെയ്താൽ മതി. ഉള്ള കാര്യമാണല്ലോ വിശപ്പ്. ഒരു കൈയടി കൊടുത്ത പുള്ളി അങ്ങ് പൊക്കോളൂ. മക്കളെ ഇതാണോ അന്തർധാര? അല്ല, ഞങ്ങൾ മനസ്സ് തമ്മില് കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു 5 മിനിറ്റ്. മക്കളെ, എന്നെ നിങ്ങൾ തോൽപ്പിക്കരുത്. എന്റെ മനസ്സും നിങ്ങൾ കൈമാറണം. അതാണ് ഞങ്ങൾ മനസ്സുകൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. കലക്കൻ ക്യാമ്പസ് ഓണം എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്കൊക്കെ കൈ നിറയെ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ഞാൻ ഓർത്തു നമ്മൾ ഇവിടെ വന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോകുന്ന ശരിയായിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഒരു പെർഫോമൻസും ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. റെഡിയല്ലേ? റെഡിയാണോ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് അത്തപ്പൂക്കളം. അതായത് 4 തരത്തിലുള്ള പൂക്കളുടെ കൂടകൾ അവിടെ ഉണ്ട്. അതിന്ന് നമ്മുടെ നിശ്ചിത ഒരു ടൈം ലിമിറ്റിനുള്ളിൽ കുറച്ച് പൂക്കൾ എടുത്ത് നിങ്ങളുടേതായ തരത്തിൽ കളർഫുൾ ആയിട്ട് ഒരു മനോഹരമായ അത്തപ്പൂക്കളം ഇടണം. ഏറ്റവും നന്നായിട്ട് അത്തപ്പൂക്കളം റെഡിയാക്കുന്ന ആൾക്ക് സമ്മാനം. 4 പേർക്കേ ഉള്ളൂ ഈ അവസരം. 4 പേർ 4 കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തള്ളി ഉന്തിയൊക്കെ വിടുന്നു. 4 പേര് വരട്ടെ. നമ്മുടെ വിമൻസ് കോളേജ് 1 അപ്പൊ ഒരാളെങ്കിൽ 2 ഇനി ഇവിടെ വരൂ. ഒരു അത്തപ്പൂക്കളോ അല്ലേ? 4 പൂക്കൂടകളുണ്ട്. ഒരു 10 മിനിറ്റ് ടൈം തരും, അതിനുള്ളിൽ ഇടണം. അപ്പൊ നിങ്ങൾ ഒരു അവസരമാണ് ഇപ്പം കളഞ്ഞിരിക്കുന്നത്. പേടിക്കണ്ട, ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 കളിയും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ആയിട്ട് നിന്നു. അപ്പൊ ഈ കളിക്ക് നമുക്ക് റെഡി. നമ്മൾ തന്നെ വരച്ചിടണമെന്ന് അല്ല, ഞാൻ വരച്ചു തരാം. അപ്പൊ ഒരു കലക്കൻ ക്യാമ്പസ് ഓണത്തിൽ ഇനി അത്തപ്പൂക്കള മത്സരം. 4 പേരെയാണ് നമ്മൾ വിളിച്ചിരുന്നത്. പക്ഷെ അവർക്ക് സപ്പോർട്ടിങ്ങിനായിട്ട്, അതായത് അത്തപ്പൂക്കളം ഒന്ന് വരച്ച് സപ്പോർട്ട് ചെയ്യാൻ ഒരാളെയും കൂടി കൂടെ കൂട്ടാം. ശരി, അപ്പോ 4-4 8 പേരടങ്ങുന്ന ഒരു ടീമായി. ഒരു 10 മിനിറ്റ് ടൈമാണ്. ഈ 4 പൂക്കളും മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഏറ്റവും ഭംഗിയായിരിക്കണം അത്തപ്പൂക്കളം. അത്രേ ഉള്ളൂ. ഈ ഭംഗിയാണെന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഭംഗിയാണെന്ന് എല്ലാവർക്കും തോന്നണം. നല്ലൊരു കൈയ്യടി കൊടുക്ക്. അവിടെ വലിയ, എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്തപ്പൂക്കളമാണ് അവരിട്ടോണ്ടിരിക്കുന്നത്.
അത് നന്നായിട്ട് വരുന്നുണ്ടല്ലേ, നമ്മൾ വിചാരിച്ചവരൊന്നും അല്ല. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കുക, നിങ്ങൾ ഈ നോക്കിയിരിക്കാതെ. നമുക്ക് ടങ് ട്വിസ്റ്റർ പിടിച്ചാലോ? അത് നല്ലൊരു ഐഡിയ ആണ്. പഴയ ഒരു പാട്ടിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഞാൻ പഠിച്ച അതേ സ്കൂളിലാന്ന് തോന്നുന്നു പഠിച്ചത്. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. വേറെ സ്കൂളാ, വേറെ സ്കൂളാ. ജീവിക്കാൻ സമ്മതിക്കൂല പിള്ളേര്. കൗണ്ട് ഡൗൺ തുടങ്ങാം അല്ലേ? എന്റെ ഒപ്പ എണ്ണോ. 10 9 8 7 6 5 4 3 2 1. നിർത്തൂ. അപ്പൊ എല്ലാരും ഇങ്ങ വാ, ചേട്ടൻ എടുത്തിട്ട് വാ. നിർത്തൂ. കുറച്ച് പേര് ചേച്ചിയുടെ അടുത്ത് എങ്ങനെയോ തുടങ്ങിയതാണെങ്കിലും അത് എങ്ങനെയൊക്കെയോ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം. എന്ത് തോന്നുന്നു അഞ്ജലി? അത് കണ്ടിട്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. അവർക്ക് എന്താണ് തോന്നിയത് അവരുടെ തന്നെ. ഞാൻ ഓർത്ത് ഞാൻ തല ഇറങ്ങി നിൽക്കുന്നതാണോ തല കുത്തി നിൽക്കുന്നതാണോ എനിക്ക് സംശയം ഉണ്ടായി. തല ഇറങ്ങുന്ന പോലെ അല്ലേ? എല്ലാം കൂടെ ഒരു ആവിയില് വരുവാ. ഇത് നമ്മുടെ ഹിന്ദിക്കാരിട്ടതാണ്. അവർക്കൊരു ധാരണയില്ല അതിനെ കുറിച്ച്, മനസ്സിലായോ? ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്ന ഒരു കൂട്ടം ആൾക്കാര് ഒന്നും ഇല്ലാതെ മിണ്ടാതിരുന്നത്. അല്ല, ഇത് ഈ മാവേലിക്ക് വെച്ചിരിക്കുന്ന പൂക്കളം തന്നെയാണോ? മാവേലിക്ക് സാധാരണ പുട്ടും കടലയാണ് വെക്കാറ്. സൗത്ത് ആഫ്രിക്കയോ വെസ്റ്റ് ആഫ്രിക്കയോ എല്ലാം തന്നെയാണ്. എന്തൊരു എനിക്ക് ഒരുപാട് മഹാബലി എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു അത്തപ്പൂക്കളമായിരുന്നു ഇത്. വരച്ചപ്പോ എന്തായിരുന്നു ഭയങ്കര പക്ഷെ ഇപ്പൊ കണ്ടോ, ഇപ്പൊ വേറെന്തോ ഏതോ ഒരു അവസ്ഥയിൽ പെട്ടുപോയി. വേൺസ് കോളേജിലെ മക്കളെ, എന്നാലും നിങ്ങൾ ഈ മാവേലിയെ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്കയിലോട്ട് കടത്തിക്കൊണ്ട് പോകുന്ന സമയം തികഞ്ഞില്ല, സത്യമാണ്. അപ്പോ മാവേലിക്കാണ് ഞാൻ ഒരു ഉത്തരവാദിത്വം തരാൻ പോകുന്നത്. ഇതില് എന്തായാലും നമുക്ക് ഒരു ടീമിനെ സെലക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല അത്തപ്പൂക്കളം ആരുടേത്? ഈ ജംഗ്ഷൻ എത്ര മാർക്കാണ്? എത്രയുണ്ട് ശബ്ദം? ഓരോ പൂക്കളത്തിന്റെ നോക്കി പറയ്. അടുത്ത ജംഗ്ഷനിൽ നിൽക്കാണ്. അടുത്താണ് ഹിന്ദി ജംഗ്ഷൻ. ഹിന്ദി ജംഗ്ഷൻ. എടാ, കള്ളക്കളി പാടില്ല. അല്ല, അവർക്ക് ഒരു ഏരിയയിൽ മാത്രമേ. ഇതെങ്ങനെയുണ്ട്? ആരും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? അനക്കമില്ല, മരിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ അഞ്ജലി കോച്ചേ, ഇത് ഏതാണ് സെലക്ട് ചെയ്തത്? ഇതാണ് ഫസ്റ്റ് പ്രൈസ്. ഏത് ജംഗ്ഷനാണ്? ഫിലോസഫി ജംഗ്ഷനാണ്. അപ്പോ ഒരു കലക്കൻ ക്യാമ്പസ് ഓണത്തിൽ അത്തപ്പൂക്കള മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഫിലോസഫി ടീമാണ്. ഫിലോസഫി മാത്രമല്ല മാത്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മോളുടെ പേരെന്ന് പറഞ്ഞേ? അജീഷ. അജീഷ ഫിലോസഫി ആണോ? ഫിലോസഫി. അക്ഷയ മാത്സ്. ഫിലോസഫി മാത്സ്. അതുകൊണ്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ തോറ്റ് നിൽക്കുന്നവർക്ക് ജീവിത വിജയം നേടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ഫിലോസഫി പറയാൻ പറ്റുമോ? ഇപ്പൊ ഇവിടെ തോൽവി വിജയത്തിന് മുന്നോടി മാത്രം. മിണ്ടൂല എന്നോട്, പിണങ്ങി. പേടിക്കേണ്ട, പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ തരാം. ഒരു കലക്കൻ ക്യാമ്പസ് ഓണത്തിൽ അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും വിന്നേഴ്സാണ്. 4 ടീമിനും നമ്മൾ സമ്മാനം കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. പക്ഷേ അതിനു മുമ്പ് നിതിനെ, നമ്മൾ ഫസ്റ്റ് പ്രൈസ് മാത്രമേ എടുത്തുള്ളൂ. സെക്കൻഡും തേർഡും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു വാലിഡ് പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് ആർക്ക് കൊടുക്കണം? സെക്കൻഡില് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ അവിടെ പോയി നിൽക്കാം. ഏറ്റവും കൂടുതൽ സൗണ്ട് എവിടുന്നാ വരുന്നത് നോക്കട്ടെ, ഒന്ന് കേക്കട്ടെ, സൗണ്ട് കേക്കട്ടെ. സെക്കൻഡ് അതാണോ? ആ ജംഗ്ഷനാണോ സെക്കൻഡ്? അല്ല, ഒരു അനക്കവും ഇല്ലടാ. അനക്കമില്ല. എടാ, നമ്മളിവിടെ എനിക്കറിയാം ഇപ്പൊ അനക്കം ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, സത്യസന്ധമായിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ പ്രേക്ഷകർ നമ്മളെ കാണുന്നുണ്ട്, അവര് ഞങ്ങളെ തല്ലും. ഞാനൊന്ന് നിക്കാം, വല്ലൊരു ഒച്ച ഇടുവോ നോക്കട്ടെ. ഇത് കള്ളക്കളി. എടാ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് സെക്കൻഡ്, ഇത് തേർഡ്, അത് ഫോർത്ത് പൊസിഷൻ. ഓക്കെ അല്ലേ? ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുത്താലോ? സൂര്യ വാഷിംഗ് സോപ്പ് നൽകുന്ന ഒരു സമ്മാനം. മഴയത്തും വെയിലത്തും ഒരുപോലെ തിളങ്ങാൻ മിന്നും വസ്ത്രങ്ങൾക്ക് സൂര്യ വാഷിംഗ് സോപ്പ്. അതുപോലെ തന്നെ ലീവ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ലീവ്സ് ഹെർബൽ ഹെയർ കെയർ കോസ്മെറ്റിക്സ്. അപ്പൊ ഈ 2 സമ്മാനങ്ങളും കിട്ടുന്നത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ നമ്മുടെ ഫിലോസഫി ആൻഡ് മാത്സ് കോംബോക്കാണ്. അഞ്ജലി എന്നെയാന്ന് തോന്നുന്നു സമ്മാനത്തിന് എന്നെയാണോ വിളിച്ചത്? ഈ അഞ്ജലി അല്ല. അപ്പൊ അങ്ങ് കൊടുത്തോ മാവേലി. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കും. സെക്കൻഡ് പ്രൈസ്
BB കായം നൽകുന്ന സമ്മാനം, മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം BB കായം. അതുപോലെ തന്നെ അമീസ് ടീ പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. അമീസ് ടീ എക്സ്ക്ലൂസീവ്ലി ബ്ലെൻഡ് ഫോർ ടീ ലവേഴ്സ്. ബോട്ടണി മലയാളം കോംബോ സെക്കൻഡ് പ്രൈസ് സ്വന്തമാക്കുന്നു. ഓക്കെ, അപ്പൊ വലിയൊരു കൈയ്യടി കൊടുക്കും. നിങ്ങൾ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ചായ മാത്രം. തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ടീമിന്. ശരി, ഡീപൂൾ കാർ ഷാംപൂ ആണ് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ആയി ഡീപൂൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിങ് പ്രോഡക്റ്റ് കിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ഞാൻ പറഞ്ഞ വാക്കൊക്കെ പാലിച്ചുകൊണ്ട് കണ്ട് എന്നിട്ടും ഒരു സന്തോഷമില്ല. ഒരു കൈയടി കൊടുക്കൂ തേർഡ് പ്രൈസ് കിട്ടിയ ആൾക്കാർക്ക്. ശരി, അടുത്ത 4th പൊസിഷൻ കിട്ടിയ ആൾക്കാർക്ക് ചെമ്പീസ് നൽകുന്ന സമ്മാനമാണ്. ചെമ്പീസ് ഹെർബൽസ്, പ്രൊട്ടക്ട് യുവർ ഹെൽത്തി ഹെയർ ആൻഡ് സ്കിൻ എവറി ഡേ. ഒരു ഹാപ്പി ഓണം പറയും. അപ്പൊ ഒരു ഹാപ്പി ആണോ പറ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഈ ഗെയിം ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഗെയിമാണ് അടുത്തത്. അതിന് നമുക്ക് ഇതൊന്ന് മൊത്തത്തിൽ ക്ലിയർ ചെയ്യാം. നമുക്ക് അപ്പൊ നമ്മുടെ ആ ടീം വരട്ടെ. എനിക്കൊന്ന് പറയാനുണ്ടേ, ആ സംഭവം വിശപ്പ് തുടങ്ങി. എന്നാ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വരുന്നതായിരിക്കും അതിന്റെ ഒരു ശരി. മാവേലിയപ്പ അങ്ങോട്ട് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും. എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും വിഴുങ്ങിയിട്ട് വരാന്ന്. അപ്പോ ഇനി നമുക്ക് അടുത്തൊരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു ടൈമായി. സ്പോർട്ട് കൊറിയോ. അപ്പൊ 4 ചുണക്കുട്ടികൾ വരട്ടെ. അപ്പൊ അഞ്ജലിയും, ഇതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ലേ? ഒറ്റയ്ക്ക് കളിക്കണം, നന്നായിട്ട് ഡാൻസ് ചെയ്യണം. നമുക്ക് പെട്ടെന്നൊരു പാട്ടിടും. അതിന് ഏറ്റവും മാക്സിമം പവർ ആയിട്ട് കളിക്കുന്ന ആരാണോ അവർക്കായിരിക്കും സമ്മാനം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആരാദ്യം വരുന്നേ? ആരാദ്യം വരുന്നു? വന്നു. പല്ലിന് പല്ല്, എല്ലിന് എല്ല്, ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പേരെന്താണ്? കളിക്കുന്ന ആരാണ്? ആദിത്യ രമേശ്. ആദിത്യ രമേശ്. ക്രിസ്ലിൻ. അപ്പൊ നല്ല ക്രിസ്പായിട്ട് കളിച്ചോ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. 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 ശിവാനിയുടെ പെർഫോമൻസ് കാണാം. ശിവാനി റെഡി അല്ലേ? അതാണ് റെഡി. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. ഒന്നാം കുന്ന് വന്നോ? എന്താ പേര്? ഗൗരി. ഗൗരി. ഓക്കെ, അപ്പൊ നമുക്ക് പാലപ്പള്ളി ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് കണ്ടാലോ? ലെവലിൽ പിടിക്കാം. എനിക്ക് ഈ ഡാൻസ് കണ്ടങ്ങ് മതിയായില്ല എന്നൊക്കെ പറയില്ലേ? ഡാൻസ് മാത്രല്ല, ക്രിയേറ്റിവിറ്റിക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ കോളത്തിൽ മാർക്ക് ഇടേണ്ടി വരും. അപ്പൊ അഞ്ജലി, ഒരു കലക്കൻ ക്യാമ്പസ് ഓണത്തിൽ നമുക്ക് ഇനി സമ്മാനം കൊടുക്കാനുള്ള ഒരു ടൈമാണ്. ഡാൻസ് കളിച്ച് എല്ലാവരും തകർത്തിരിക്കുകയാണ്. തകർത്തില്ലേ? കൺഫ്യൂഷൻ അടിച്ചടിച്ച് എന്റെ തലയെല്ലാം കറങ്ങുന്നത്. അല്ല സത്യം കേട്ടോ, ഒന്നിനൊന്നിനും നമുക്ക് കളിച്ച എല്ലാ ആൾക്കാർക്കും സമ്മാനം കൊടുക്കാം. അതപ്പോ നിങ്ങൾ ഡാൻസ് സ്പോർട്ട് കൊറിയോഗ്രാഫി കളിച്ചവരെല്ലാരും വന്നേ. ഡീപൂൾ കാർ ഷാംപൂ നൽകുന്ന സമ്മാനം, ചെമ്പീസ് ഹെർബൽസ് നൽകുന്ന സമ്മാനം, ഒപ്പം മധുര ജ്വല്ലറി നൽകുന്ന സമ്മാനം, അമീസ് ടീ നൽകുന്ന അമീസ് ടീ പൗഡർ നൽകുന്ന സമ്മാനം. അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 2 റൗണ്ടാണ്. ഏതാണ്? നമുക്ക് ഒന്ന് തള്ളി മറിച്ചാലോ? അഞ്ജലി സാധാരണ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വെറുതെ തള്ളി മറിച്ചാ പോരാ, അതിലും എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം. അതായത് തള്ളി മറിക്കാനായിട്ട് 4 പേരെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കണ്ടന്റ് പറയാം. ഓക്കെ? അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് സ്കൂട്ടാവും. അതുകൊണ്ടാണ്. ഹായ് ഹായ്
ഒന്ന്, മൂന്ന്. നാണക്കേടാണ്, ഓടി ഒളിക്കുന്ന നാണക്കേടാണ്, നമ്മുടെ കോളേജിന് തന്നെ നാണക്കേടാണ്. കിട്ടി യെസ്, 4 പേര്. 4 പേര്. എന്ത് സബ്ജക്ട് തന്നാലും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ തള്ളി മറിക്കുമല്ലോ അല്ലേ? നമുക്ക് അഞ്ജലിയെ കൊണ്ട് തന്നെ ഒന്ന് തള്ളി മറിപ്പിച്ച് നോക്കിയാലോ? അപ്പൊ അഞ്ജലി, ആ ഞാൻ മലയാളി മങ്ക എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ അങ്ങ് തള്ളി മറിച്ചോ? യെസ്, നമ്മുടെ ടോപ്പിക് ആണ് ഞാൻ മലയാളി മങ്ക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പറയും. അഞ്ജലിയുടെ തള്ളി മറിക്കൽ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്നിട്ട് വേണം നിങ്ങളുടെ തള്ളി മറിക്കൽ ഞങ്ങൾക്ക് കേൾക്കാൻ. ഇന്ന് ഇവിടെ 2 മണിക്കാണ് എത്താൻ പറഞ്ഞത്. ആ, അപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേനും ബസ്സൊന്നുമില്ല. അല്ല. ഞാൻ പിന്നെ ഒരു ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ഇറങ്ങി. അതേത് ഫ്ലൈറ്റ്? അവിടെ എവിടെ? MH80. ഓ